ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നിതീസ് ക്രിയേഷൻ. കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മലബാർ ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കിലോ അരിയാണ് എടുത്തിട്ടുള്ളത്. ഇവിടെ പാലക്കാട് കിട്ടുന്ന റോയൽ കുക്കിൻ്റെ അരിയാണ് ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ചെറിയ മണിയായിട്ടുള്ള അരിയാണത്. അപ്പോൾ അതിൻ്റെ ഒരു ലെവൽ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടാണ് ഞാൻ വെള്ളം എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഈ പാത്രത്തിൻ്റെ അര ഭാഗമാണ് അരിയുള്ളത്. അപ്പോൾ ആ പാത്രം ഫുള്ളാക്കി കഴിഞ്ഞാൽ ഡബിളായിട്ടാണ് നമ്മൾ വെള്ളം എടുത്ത് അളന്ന് വെക്കേണ്ടത് കേട്ടോ. അരി കഴുകി വെള്ളം വാരാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും തക്കാളിയും ഉള്ളിയൊക്കെ റിയോയുടെ ആൾ ഇൻ വൺ ചോപ്പർ വെച്ച് ഞാൻ ചോപ്പ് ചെയ്തെടുക്കുകയാണ്. ഉള്ളി ചോപ്പ് ചെയ്യാനൊക്കെ വേറെ ബ്ലേഡ് ഉണ്ട്, എല്ലാത്തിനും വേറെ വേറെ ബ്ലേഡ് ഉണ്ട് ഇതിനകത്ത്. ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, എല്ലാവരും അത് കണ്ടു നോക്കുക കേട്ടോ. ഇപ്പോൾ ഉള്ളിയെല്ലാം നന്നായിട്ട് ചോപ്പ് ചെയ്തെടുത്ത് കഴിഞ്ഞു. പിന്നെ നമുക്ക് വേണ്ടത് തൈര്, നാരങ്ങ നീര്, തക്കാളി ചോപ്പ് ചെയ്തെടുത്തു, 2-3 പച്ചമുളക് നടുവ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ കുറച്ച് ഉള്ളിയും പച്ചമുളകും എല്ലാം മാറ്റി വെച്ചിട്ടുണ്ട് ലാസ്റ്റ് താളിച്ചിടാനും വേണ്ടിയിട്ട്. വെളിച്ചെണ്ണ ഉണ്ട്. ഇനിയിപ്പം ചിക്കൻ വേവിക്കാൻ വേണ്ടിയിട്ടുള്ള ചട്ടിയാണ്, ഇപ്പം കുക്കറാണ് അവിടെ ചൂടായിക്കൊണ്ടിരിക്കുന്നത്. ചിക്കൻ, ഗരം മസാല, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി എല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത്, നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അരി നന്നായിട്ട് നെയ്യിൽ നന്നായിട്ട് വറുത്തെടുക്കുക. വറുക്കുക എന്ന് പറയാൻ പറ്റില്ല, നെയ്യ് ഒഴിച്ച് ഒരു പാനിൽ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. നെയ്യും ഇതൊക്കെ ആയിട്ട് ഒരുപാട് വറുത്തെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് മാറ്റി വെച്ചിരിക്കുന്ന ചൂടുള്ള വെള്ളം കേട്ടോ, തണുത്ത വെള്ളം ഒഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. ചൂടുള്ള വെള്ളം, ഈ അരിയുടെ പാകത്തിന് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന വെള്ളം ഉണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുക്കുക. ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് വേവിച്ചെടുക്കാം. വെന്ത് വരുമ്പോഴേക്കും ഒരു 1/2 ടേബിൾ സ്പൂൺ നാരങ്ങനീര് ഒഴിച്ചു കൊടുക്കാം. അപ്പോഴേക്കും നമ്മളുടെ അടുത്ത ചട്ടി ചൂടായിട്ടുണ്ട്, ചിക്കൻ വേവിക്കാൻ വേണ്ടിയിട്ടുള്ളത്. അതിലേക്ക് 1/2 കപ്പ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. പട്ട, ഗ്രാമ്പു, ഏലക്ക, ജാതിക്ക അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മൾ ചോറും ചിക്കനും വെവ്വേറെ ആയിട്ടാണ് വേവിച്ചെടുക്കുന്നത്. ഇടയ്ക്ക് നമ്മൾ ചോറൊന്ന് ഇളക്കി കൊടുക്കുക, എന്നിട്ട് മൂടി വെച്ച് വേവിക്കുക. സിമ്മിലിട്ട് മൂടി വെച്ച് വേവിക്കുക. ഇതപ്പോഴേക്കും നന്നായിട്ട് മൂത്ത് വരുന്നുണ്ട്. അതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക എല്ലാതും ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന വലിയ ഉള്ളി ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ ചോറിനും കൂടെ ആവശ്യമായിട്ടുള്ള ഉള്ളിയും കൂടെ നമ്മൾ ഇതിലാണ് ഇടുന്നത്. അതൊന്ന് ഒരല്പം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കി, വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെ ഒക്കെ പച്ച മണം പോകുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. നമുക്ക് മൂടി വെച്ചൊന്ന് വേവിക്കാം. ഇപ്പം ഇത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഗരം മസാല ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുക. പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. നന്നായി ഇളക്കി 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇത് നന്നായിട്ട് വെന്ത് വരുന്ന സമയത്തേക്ക് നമുക്ക് ചിക്കനും എല്ലാം ഇട്ട് കൊടുക്കാം. അതിനു മുമ്പ് തക്കാളി, മല്ലിയില, പച്ചമുളക് ഇതെല്ലാം ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. 1 കിലോ അരിക്കുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. 1 കിലോ ചിക്കനാണ് നമ്മളിതിലേക്ക്, 2 കിലോൻ്റെ അടുത്ത് ചിക്കനാണ് നമുക്ക് വേവിക്കാനായിട്ട് ഉള്ളത്. അപ്പം
തക്കാളി ഒരുപാട് നേരം വേവിക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ മുകളിലായിട്ട് ചിക്കൻ ഇങ്ങനെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ചിക്കൻ വേവിക്കുന്ന സമയത്ത് ഒരുപാട് വെള്ളം ഉപയോഗിച്ചിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തുക കേട്ടോ. ശരിക്കും ചിക്കൻ കുക്കറിൽ വേവിക്കേണ്ട ആവശ്യമില്ല, തുറന്ന് വേവിച്ചാലും കുഴപ്പമുണ്ടാവുന്നില്ല. പകുതി വേവാവുന്ന സമയത്ത് നമുക്കതിലേക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ചോറ് ഇതവിടെ വെന്ത് റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പോഴേക്കും നമുക്കൊരു പാൻ ചൂടാക്കി അതിൽ അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചാൽ മതിയാവും. ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് അണ്ടിപ്പരിപ്പ്, മുന്തിരി, മറ്റ് സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ കാഷ്യൂവും ഇതൊക്കെ റെഡി ആയിട്ടുണ്ട്. അത് നമ്മളുടെ മുകളിൽ ചോറിന് മുകളിലായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരല്പം വെളിച്ചെണ്ണ അതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുക. ആ ചട്ടിയിൽ തന്നെ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ഇട്ട് കൊടുക്കുക വലിയ ഉള്ളി, പച്ചമുളക്, മറ്റ് സാധനങ്ങൾ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, കറിവേപ്പില, അതൊക്കെ അതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അത് ഈ ചോറിൻ്റെ മുകളിൽ ഇങ്ങനെ ഈവണായിട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ വേവിച്ചിട്ടുള്ള ഗ്രേവിയോട് കൂടിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ചോറുമായിട്ട് മിക്സ് ചെയ്ത് റെഡിയാക്കുമ്പോഴേക്കും നമ്മുടെ മലബാർ ബിരിയാണി റെഡിയായി. അടിപൊളി ബിരിയാണിയാണ്. എന്നിട്ട് ദമ്മിട്ട് കുറച്ച് നേരം കൂടി വെക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.